പീഡനക്കുരുക്കിൽ ബിനോയ് കോടിയേരി. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരെ ലൈംഗിക പീഡന പരാതി. ദുബായിൽ ഡാൻസ് ബാർ ജീവനക്കാരിയായിരുന്ന ബീഹാർ സ്വദേശിയാണ് ബിനോയ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പരാതി നൽകിയത്. പരാതിയിൽ മുംബൈ ഒഷിവാര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പരാതി വ്യാജമാണെന്നും ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ശ്രമമെന്നും ബിനോയ് കോടിയേരി പറഞ്ഞു. ബ്ലാക്ക്മെയിൽ ആരോപണം നിഷേധിച്ച യുവതി പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ന്യൂസ് 18നോട് വ്യക്തമാക്കി. ദുബായിലെ ഡാൻസ് ബാർ ജീവനക്കാരിയായിരുന്നു യുവതി. 2009 ബിനോയ് കോടിയേരിയെ പരിചയപ്പെട്ടു. ഡാൻസ് ബാറിലെ നിത്യസന്ദർശകനായ ബിനോയുമായി പ്രണയത്തിലായി. മലയാളിയാണെന്നും ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണെന്നുമാണ് ബിനോയ് പറഞ്ഞിരുന്നത്. ഡാൻസ് ബാറിലെ ജോലി ഉപേക്ഷിച്ചാൽ വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകി. 2009 നവംബറിൽ ഗർഭിണിയായതോടെ മുംബൈയിലേക്ക് മാറി. അന്തേരി വെസ്റ്റിൽ ബിനോയ് വാടകയ്ക്കെടുത്ത് നൽകിയ ഫ്ളാറ്റിലായിരുന്നു താമസം. 2010 ജൂലൈ 22 ആൺകുഞ്ഞിന് ജന്മം നൽകി. 2 മാസത്തിലൊരിക്കൽ ബിനോയ് ഫ്ളാറ്റിലെത്തിയിരുന്നതായും ചെലവുകൾക്ക് പണം നൽകിയിരുന്നതായും യുവതിയുടെ മൊഴിയിൽ പറയുന്നു. 2015 അകൽച്ച തുടങ്ങുന്നത്. ബിസിനസ് മോശമാണെന്നും പണം നൽകാനാകില്ലെന്നും പറഞ്ഞു. ക്രമേണ ബിനോയുമായി ഫോണിലൂടെയുള്ള ബന്ധവും കുറഞ്ഞു. വിവാഹം കഴിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും അതിനു തയ്യാറായില്ല. ഇതോടെയാണ് പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചതെന്നും യുവതി. 2018 ഡിസംബർ 31 യുവതി ബിനോയ്ക്ക് അയച്ച കത്തിന്റെ വിശദാംശങ്ങളും പുറത്തുവന്നു. കുഞ്ഞിന്റെ ചെലവിനായി 5 കോടി രൂപ നൽകണമെന്നാണ് കത്തിൽ യുവതിയുടെ ആവശ്യം. ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിച്ച ബിനോയ് യുവതിക്കെതിരെ നേരത്തെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി. ഇതിനു മുന്നേ അവരൊരു കംപ്ലൈന്റ് എനിക്ക് അയച്ചത്, ഒരു നോട്ടീസ് അയച്ചത് വേറെ രൂപത്തിലായിരുന്നു. ഞാൻ അവരെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് ആയിരുന്നു വന്നിരുന്നത്. അതിനെതിരെ ഞാൻ ഓൾറെഡി ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബിനോയിയുടെ പരാതി ലഭിച്ച കാര്യം കണ്ണൂർ പോലീസ് സ്ഥിരീകരിച്ചു. ബിനോയിയെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടില്ലെന്നും ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുമാണ് മുംബൈയിലെ വസതിയിലെത്തിയ ന്യൂസ് 18 സംഘത്തോട് യുവതി പ്രതികരിച്ചത്. പരസ്യ പ്രതികരണത്തിന് അവർ തയ്യാറായില്ല. യുവതിയുടെ പരാതിയിൽ ഓഷിവാര പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. തെളിവുകൾ ശേഖരിച്ച ശേഷമാകും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. മെഡിക്കൽ പരിശോധനയ്ക്ക് തയ്യാറാണെന്ന് യുവതി വ്യക്തമാക്കുമ്പോൾ നിരപരാധിത്വം തെളിയിക്കാൻ ബിനോയ് കോടിയേരി DNA ടെസ്റ്റിന് തയ്യാറാകുമോ? അഭിഭാഷകനുമായി ആലോചിച്ച ശേഷം തീരുമാനമെന്നാണ് ബിനോയ് നൽകുന്ന മറുപടി. നിരപരാധിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ശാസ്ത്രീയ വഴികൾ സ്വീകരിക്കാൻ എന്തിനു വൈകുന്നു എന്നാണ് ഉയരുന്ന ചോദ്യം. മെഡിക്കൽ പരിശോധനയ്ക്ക് തയ്യാറാണെന്നാണ് യുവതി ന്യൂസ് 18നോട് വ്യക്തമാക്കിയത്. എന്നാൽ ബീഹാർ സ്വദേശിനിയുടെ പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് തെളിയിക്കാൻ DNA ടെസ്റ്റിന് തയ്യാറാണോ എന്ന ചോദ്യത്തിന് ബിനോയ് കോടിയേരിയുടെ മറുപടി ഇങ്ങനെ: ഒരു DNA ടെസ്റ്റിന് ബിനോയ് തയ്യാറാണോ? ഞാൻ എന്റെ അഡ്വക്കേറ്റ്സുമായിട്ട് ആലോചിച്ചതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച്, ആ വശങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിച്ചതിന് ശേഷം ആ അറ്റം വരെ പോകാൻ ഞാൻ തയ്യാറുമാണ്. പരാതിക്കാരിയെ നേരത്തെ അറിയാമെന്ന് ബിനോയ് സമ്മതിക്കുന്നുണ്ട്. ദുബായിലും മുംബൈയിലും വെച്ച് പരിചയമുണ്ടെന്നതും നിഷേധിക്കുന്നില്ല. യുവതി ആദ്യമല്ല പരാതിയുമായി എത്തുന്നതും. ഈ സാഹചര്യത്തിൽ നിരപരാധിത്വം തെളിയിക്കാനും അഗ്നിശുദ്ധി വരുത്തുവാനും ബിനോയ്ക്ക് മുന്നിലുള്ള ഏറ്റവും സുരക്ഷിത മാർഗമാണ് DNA ടെസ്റ്റ്. ബിനോയ്ക്ക് തന്നെ അത് ആവശ്യപ്പെടാനും കഴിയും. കോൺഗ്രസ് നേതാവായിരുന്ന ND തിവാരിക്കെതിരെ ആരോപണമുയർന്നപ്പോൾ DNA പരിശോധന നടത്തിയിരുന്നു. മകന്റെ പിതാവ് ND തിവാരിയാണെന്ന് ഇതിലൂടെ പരാതിക്കാരി തെളിയിച്ചു. പിതൃത്വം ഇതോടെ അംഗീകരിക്കാൻ തിവാരി നിർബന്ധിതനായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇതാദ്യമായല്ല ബിനോയ് കോടിയേരി CPMനെ പ്രതിരോധത്തിലാക്കുന്നത്. ദുബായിൽ ബിനോയ് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണമാണ് പോയ വർഷം രാഷ്ട്രീയ വിവാദമായത്. വ്യക്തികൾക്കെതിരായ ആരോപണങ്ങൾ അവർ നേരിടട്ടെ എന്ന അന്നത്തെ അതേ നിലപാടിലാണ് ഇത്തവണയും CPM. CPMനോ സംസ്ഥാന സെക്രട്ടറിക്കോ ഈ പറയുന്ന മാധ്യമ വാർത്തകളായി വന്ന കാര്യങ്ങളിൽ ഒരു ബന്ധവുമില്ല എന്ന് ഇതിനു മുൻപ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. തട്ടിപ്പ് കേസിൽ ദുബായ് കോടതി ബിനോയ് കോടിയേരിക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ കാര്യം നിയമസഭയിൽ ഉയർന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇതായിരുന്നു: വ്യക്തികൾക്കെതിരായ ആരോപണങ്ങൾ അവർ നേരിടും. അതിൽ പാർട്ടിക്കോ പാർട്ടി നേതാക്കൾക്കോ പങ്കില്ല. ആരെയും രക്ഷിക്കാൻ പാർട്ടിയോ സർക്കാരോ ഇടപെടില്ല. S. രാമചന്ദ്രൻ പിള്ളയടക്കം PB അംഗങ്ങളും അന്ന് ഇതേ കാര്യം പരസ്യമായി പറഞ്ഞു. പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ലൈംഗിക പീഡന പരാതിയിലും ഇതേ നിലപാടാണ് CPMന്റെ കേന്ദ്ര നേതാക്കളടക്കം പ്രകടിപ്പിക്കുന്നത്. കേസ് ആ വ്യക്തി നേരിടട്ടെയെന്ന് CPM PB അംഗം Brinda Karat. That individual, it is his responsibility to face the consequences of such a complaint. രാഷ്ട്രീയമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ CPM നിൽക്കുമ്പോഴാണ് സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരായ പുതിയ ആരോപണം.
അതും നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ. ഇതുവരെ പ്രതിപക്ഷമോ BJPയോ ആരോപണം രാഷ്ട്രീയമായി ഏറ്റെടുത്തില്ലെങ്കിലും വരും ദിവസങ്ങളിൽ സ്ഥിതി മാറും. കഴിഞ്ഞ ആരോപണത്തിൽ UAE പൗരൻ ഇസ്മയിൽ അൽ മർസൂഖിയുടെ ഉടമസ്ഥതയിലുള്ള ജാസ് ടൂറിസം കമ്പനി പരാതിയുമായി CPM കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരുന്നു. എന്നാൽ പരസ്യമായി പാർട്ടി ഇടപെട്ടില്ല. ഒടുവിൽ UAEയിലെ വ്യവസായ പ്രമുഖർ അടക്കം ഇടപെട്ടാണ് തർക്കം ഒതുക്കിയത്. ഇത്തവണ പരാതിക്കാരി പാർട്ടിയെ സമീപിച്ചാൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതും പാർട്ടിക്ക് തലവേദനയാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലൂസിഫറിന്റെ അണിയറ പ്രവർത്തകർക്കൊപ്പം നടൻ മോഹൻലാൽ ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞാൻ മിസ്റ്റർ പൃഥ്വിരാജിന്റെ കൊടുക്കാം. അദ്ദേഹം തന്നെ അത് അനൗൺസ് ചെയ്യട്ടെ. പേര് പറഞ്ഞതിന് മുമ്പ് ഒന്നുകൂടി, ഇപ്പോൾ ഇന്ന് ആണല്ലോ ലൂസിഫർ 2 എന്ന പ്രോജക്റ്റിനെ കുറിച്ചുള്ള ആദ്യ വാർത്തകൾ ഔപചാരികമായി പുറത്തു പോകാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ലൂസിഫർ 2 എന്ന സിനിമ ലൂസിഫറിന് ഒരു തുടർ കഥ മാത്രമല്ല, ആ കഥയ്ക്ക് മുൻപ് ആ കഥയിലേക്ക് ഈ കഥാപാത്രങ്ങൾ എങ്ങനെ എത്തി എന്നതുകൂടി വിസിറ്റ് ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമാണ് ലൂസിഫർ 2. അതിനോടൊപ്പം ഒരു തുടർ കഥയുമാണ് ലൂസിഫർ 2. ലൂസിഫർ 2 എന്ന പ്രോജക്റ്റിന്റെ പേര് എംപുരാൻ എന്നാണ്. താങ്ക് യു. മോഹൻലാലും പൃഥ്വിരാജും മുരളി ഗോപിയും ഒക്കെ ചേർന്ന വാർത്താ സമ്മേളനമാണ് കണ്ടത്. ഏറെ വിജയമായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ഒരുങ്ങുന്നു എന്ന പ്രഖ്യാപനമാണ് മൂവരും ഇപ്പോൾ നടത്തിയത്. മറ്റു വാർത്തകളിലേക്ക്. പാലാരിവട്ടം പാലം പൊളിക്കണോ എന്ന് E. ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തീരുമാനിക്കുമെന്ന് മന്ത്രി G. സുധാകരൻ. അടിമുടി കുഴപ്പത്തിലായ പാലം പൊളിഞ്ഞു വീഴാതിരുന്നത് കേരളത്തിന്റെ ഭാഗ്യം കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. പാലാരിവട്ടം പാലം പൂർണ്ണമായി പൊളിച്ചു പണിയണോ എന്നതിൽ E. ശ്രീധരൻ ഉൾപ്പെടെയുള്ള വിദഗ്ധരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പാലം സഞ്ചാരയോഗ്യമാക്കുമെന്നും മന്ത്രി G. സുധാകരൻ സഭയിൽ വ്യക്തമാക്കി. റിപ്പോർട്ട് താമസിയാതെ വരും. അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണോ എക്സ്പെർട്ട് അതനുസരിച്ച് തന്നെ ചെയ്യും. ഈ ഗവൺമെന്റ് കാലത്ത് തന്നെ അത് സഞ്ചാരയോഗ്യമാക്കി. 2 വർഷമൊന്നും വേണ്ട. പാലാരിവട്ടം പാലം നിർമ്മിച്ച കമ്പനി ആകെ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞിട്ടില്ല. കൊല്ലം ബൈപ്പാസ് നിർമ്മിച്ചതും ഇതേ കമ്പനിയാണെന്നും മന്ത്രി പറഞ്ഞു. ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിന്മേലുള്ള ചോദ്യങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് മറുപടി പറയുമ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം ചർച്ച ചെയ്യുന്നതിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് എല്ലാ നിയമവശവും പരിശോധിച്ച ശേഷമാണ് നടപ്പിലാക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥും സഭയിൽ പറഞ്ഞു. നിലവിലുള്ള നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അത് വർഷങ്ങളായിട്ട് ഹയർ സെക്കൻഡറിയിൽ നിന്നും ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആവശ്യമാണ്. അത് നിയമപരം പരിശോധിച്ചിട്ടാണ് നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ മറ്റേ നിർദ്ദേശം ഉണ്ടാക്കിയിട്ടുള്ളത് സർക്കാർ ഇപ്പോൾ ജിയോ ഇറക്കിയിട്ടുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസിന് മജിസ്റ്റീരിയൽ അധികാരം നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട്. ചർച്ച നടത്തി സമവായത്തിലൂടെ തീരുമാനം നടപ്പാക്കൂ എന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുന്നണിക്കകത്തും പുറത്തും എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ പിന്മാറ്റം. തിരുവനന്തപുരം, കൊച്ചി നഗരങ്ങളിൽ IG-മാരെ കമ്മീഷണർമാരെ നിയമിച്ച് അവർക്ക് കളക്ടർമാർക്ക് തുല്യമായ മജിസ്റ്റീരിയൽ അധികാരം നൽകാനായിരുന്നു സർക്കാർ തീരുമാനം. എന്നാൽ CPI-യും IAS അസോസിയേഷനും എതിർപ്പുയർത്തിയ സാഹചര്യത്തിലാണ് സമവായത്തിലൂടെ നടപ്പാക്കൂ എന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണം. പൊതുവായ ചർച്ച നടത്തി ഒരു സമവായം ഉണ്ടാക്കിയ ശേഷമായിരിക്കും ഏതൊക്കെ അധികാരങ്ങൾ കമ്മ്യൂണിസ്റ്റേറ്റുകൾക്ക് നൽകുമെന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കുക. പൗരാവകാശ ലംഘനത്തിനാണ് സർക്കാർ നീക്കമെന്ന് നോട്ടീസ് അവതരിപ്പിച്ച VT ബൽറാം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി നടത്തുന്നത് ഗുജറാത്ത് മോഡൽ പോലീസിംഗ് ആണ്. മുണ്ടുടുത്ത മോദിയെന്ന് മുഖ്യമന്ത്രിയെ വിളിച്ചത് CPI ആണെന്നും ബൽറാം പറഞ്ഞു. സ്വന്തം മുന്നണിയിലുള്ള CPI മുണ്ടുടുത്ത മോഡി എന്ന് വിശേഷിപ്പിക്കുന്നു. പക്ഷേ അത് ശരിവെക്കുന്ന തരത്തിൽ ഗുജറാത്ത് മോഡൽ പോലീസിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബൽറാമിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ബോധം പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന മുഖ്യമന്ത്രിയുടെ മറുപടി. മുൻ സർക്കാരിന്റെ കാലത്താണ് മെട്രോപൊളിറ്റൻ കമ്മീഷണറേറ്റ് രൂപീകരിക്കാൻ തീരുമാനിച്ചതെങ്കിലും എതിർപ്പ് കണക്കിലെടുത്ത് നടപ്പിലാക്കിയില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ന്യൂസ് 18 തിരുവനന്തപുരം. അശ്ലീല ചുവയോടെ ഫോണിൽ സംസാരിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നടൻ വിനായകനെ അറസ്റ്റ് ചെയ്യുമെന്ന് അന്വേഷണ സംഘം. ഇത് സംബന്ധിച്ച് പരാതിക്കാരിയായ യുവതിയുടെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തി. അശ്ലീല സംഭാഷണം തെളിയിക്കുന്ന ഫോൺ റെക്കോർഡുകളും യുവതി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. അശ്ലീല ചുവയോടെ സംസാരിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ വിനായകന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്.
ഫോൺ സംഭാഷണത്തിന്റെ തെളിവുകൾ യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ വയനാട്ടിൽ ദളിത് പെൺകുട്ടികൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പിലേക്ക് ക്ഷണിക്കുന്നതിനായി വിനായകനെ ഫോണിൽ വിളിച്ചപ്പോഴായിരുന്നു സംഭവം. യുവതിയെയും അമ്മയും കുറിച്ച് മോശമായ രീതിയിൽ വിനായകൻ സംസാരിച്ചുവെന്ന് പെൺകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. തുടർന്നാണ് കൽപ്പറ്റ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ദിവസം യുവതിയുടെ വീട്ടിലെത്തി പോലീസ് മൊഴി രേഖപ്പെടുത്തി. യുവതി കൈമാറിയ ഫോൺ റെക്കോർഡ് ഉൾപ്പെടെയുള്ള തെളിവുകൾ പരിഗണിച്ച് വിനായകനെ ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഫോൺ സംഭാഷണത്തിന്റെ കൂടുതൽ തെളിവുകൾ സൈബർ സെൽ വഴിയും ശേഖരിക്കുന്നുണ്ട്. ന്യൂസ് 18 വയനാട്. പശ്ചിമബംഗാളിൽ നിന്നുള്ള അധീർ രഞ്ജൻ ചൗധരി കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവാകും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണിത്. കൊടിക്കുന്നിൽ സുരേഷിനെ ചീഫ് വിപ്പായും തീരുമാനിച്ചു. പ്രതിപക്ഷം ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്ന വാർത്തകൾക്കിടയിൽ സോണിയാഗാന്ധി പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വിളിച്ചു. സോണിയാഗാന്ധിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് അധീർ രഞ്ജൻ ചൗധരിയെ ലോക്സഭാ കക്ഷി നേതാവാക്കാനുള്ള തീരുമാനമെടുത്തത്. രാഹുൽ ഗാന്ധി കക്ഷി നേതാവ് സ്ഥാനം ഏറ്റെടുക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം തയ്യാറായില്ല. പശ്ചിമ ബംഗാളിലെ ബർഹാംപൂർ മണ്ഡലത്തിൽ നിന്നാണ് അധീർ രഞ്ജൻ വിജയിച്ചത്. ഇത് 5ാം തവണയാണ് അധീർ രഞ്ജൻ ചൗധരി ലോക്സഭയിലെത്തുന്നത്. 7ാം തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷാണ് മുതിർന്ന എംപിയെങ്കിലും ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് അധീർ രഞ്ജനെ തെരഞ്ഞെടുത്തത്. Democracy is not determined only by numbers. It is always determined by the opinion, by the discussion, by the dialogue. കൊടിക്കുന്നിൽ സുരേഷാണ് ലോക്സഭയിൽ കോൺഗ്രസിന്റെ ചീഫ് വിപ്പ്. അതേസമയം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ്. സഭയിൽ ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ മത്സരത്തിന് പ്രസക്തിയില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേരും. സഭയിൽ BJPക്കെതിരെ സ്വീകരിക്കേണ്ട നിലപാടുകൾ, പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. ന്യൂസ് 18 ഡൽഹി. രാജസ്ഥാൻ MP ഓം ബിർള 17ാം ലോക്സഭയുടെ സ്പീക്കറാകും. ബിർളയെ സ്പീക്കറാക്കാൻ BJPക്കുള്ളിൽ ധാരണയായി. ലോക്സഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായി. ഇന്നലെ സഭയിലെത്താതിരുന്ന തിരുവനന്തപുരം MP ശശി തരൂരും സത്യപ്രതിജ്ഞ ചെയ്തു. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള ലോക്സഭാംഗമായ ഓം ബിർളയെ സ്പീക്കറാക്കാനാണ് BJP തീരുമാനം. 16ാം ലോക്സഭയിലും അംഗമായിരുന്ന ബിർള കോട്ട മണ്ഡലത്തിൽ നിന്ന് 2 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ വിജയിച്ചത്. പ്രധാനമന്ത്രിയാണ് ബിർളയുടെ പേര് നിർദ്ദേശിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തു നിന്ന് BJDക്ക് നൽകിയേക്കുമെന്നാണ് സൂചന. YSR കോൺഗ്രസിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ലോക്സഭയിൽ എംപിമാരുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായി. സോണിയാഗാന്ധി, മേനകാ ഗാന്ധി അടക്കമുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്തു. सोनिया गांधी जो लोकसभा की सदस्य निर्वाचित हुई हूँ, सत्यनिष्ठा से प्रतिज्ञा करती हूँ. ഇന്നലെ സഭയിലെത്താതിരുന്ന തിരുവനന്തപുരം MP ശശി തരൂരും സത്യപ്രതിജ്ഞ ചെയ്തു. ന്യൂസ് 18 ഡൽഹി. ഓഡിറ്റോറിയത്തിന് നഗരസഭ അനുമതി നൽകാത്തതിൽ മനംനൊന്ത് വ്യവസായി ആത്മഹത്യ ചെയ്തു. കണ്ണൂർ കൊറ്റാളി സ്വദേശി സാജൻ പാറയിലാണ് ആത്മഹത്യ ചെയ്തത്. ആന്തൂർ നഗരസഭ അകാരണമായി അനുമതി തടഞ്ഞുവെച്ചു എന്നാണ് ആരോപണം. 20 വർഷം നീണ്ട പ്രവാസ ജീവിതത്തിന്റെ സമ്പാദ്യം മുടക്കിയാണ് സാജൻ പാറയിൽ എന്ന വ്യവസായി കണ്ണൂർ ബക്കളത്ത് ഓഡിറ്റോറിയം നിർമ്മിച്ചത്. 16 കോടി രൂപ ചിലവഴിച്ചു. നിർമ്മാണം പൂർത്തിയായി 4 മാസം കഴിഞ്ഞിട്ടും കെട്ടിട നമ്പർ നൽകാൻ ആന്തൂർ നഗരസഭ തയ്യാറായില്ല. ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ പേപ്പറിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ, ഓഡിറ്റോറിയത്തിൻ്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ PK ശ്യാമളയാണ് ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സണെ നേരിട്ട് കണ്ടിട്ടും അനുകൂല തീരുമാനമുണ്ടായില്ല എന്നാണ് ആരോപണം. ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് അനുകൂലമല്ലാത്ത സമയത്താണ് അത് ജനപ്രതിനിധികളുടെ അടുത്ത് പോകുന്നത്. പക്ഷെ അങ്ങനെ പോയപ്പോൾ അതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമല്ല, എന്നോട് പറയാൻ വേണ്ടെന്ന് വെച്ചത് ആ രീതിയിലാണ് പ്രതികരിച്ചത്. എന്നാൽ സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് അനുമതി വൈകിയത് എന്നാണ് നഗരസഭയുടെ വിശദീകരണം. മനുഭരത്, ന്യൂസ് 18 കണ്ണൂർ. കോഴിക്കോട് മുൻ കളക്ടർ UV ജോസ് പരിസ്ഥിതി ആഘാത പഠനസമിതി അധ്യക്ഷനായിരിക്കെ ക്വാറികൾക്ക് വഴിവിട്ട് അനുമതി നൽകിയെന്ന ആരോപണം. DFOയുടെ നിർദ്ദേശത്തെ തുടർന്ന് പരിസ്ഥിതി ആഘാത പഠനസമിതി അനുമതി നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ച ക്വാറികൾക്കാണ് സമിതി അധ്യക്ഷൻ അനുമതി നൽകിയത്. അനുമതി നൽകിയ കാര്യം ഓർമ്മയില്ലെന്നായിരുന്നു UV ജോസിന്റെ പ്രതികരണം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. 5 ഹെക്ടറിൽ താഴെയുള്ള ക്വാറികൾക്ക് പാരിസ്ഥിതിക അനുമതി നൽകിയിരുന്നത് ഡിസ്ട്രിക്ട് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റിയായിരുന്നു. ജില്ലാ കളക്ടർ, DFO, RDO എന്നിവർ അംഗങ്ങൾ. മുക്കം കൊടിയത്തൂർ വില്ലേജിൽ ക്വാറി തുടങ്ങാൻ
പാലക്കൽ ഗ്രാനൈറ്റ്സ്, മർവ ഗ്രാനൈറ്റ്സ്, CP മുഹമ്മദ്, VM മുരളീധരൻ എന്നിവർ 2017 അപേക്ഷ സമർപ്പിച്ചു. സർക്കാർ ഭൂമി ഉൾപ്പെടുന്നതാണ് ഈ സ്ഥലമെന്ന DFOയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ക്വാറിക്ക് അനുമതി നൽകേണ്ടെന്ന് 2017 ആഗസ്റ്റ് 3 ചേർന്ന സമിതി തീരുമാനിച്ചു. അങ്ങനെ തന്നെ മിനിറ്റ്സും എഴുതി. എന്നാൽ ഇതേ മിനിറ്റ്സ് റെഫറൻസാക്കി അന്നത്തെ കലക്ടർ UV ജോസ് ക്വാറിക്ക് ലൈസൻസ് നൽകിയെന്നാണ് ആരോപണം. ജില്ലാ കലക്ടറായിരുന്ന UV ജോസ് ക്വാറി മാഫിയെ വഴിവിട്ട് സഹായിക്കുകയായിരുന്നെന്ന് പ്രദേശവാസികളും ആരോപിക്കുന്നു. കമ്മിറ്റി എടുത്ത തീരുമാനത്തിന് പുല്ലുവില കൽപ്പിച്ച് പണത്തിനോ സ്വാധീനത്തെ വശമതനായിട്ട് UV ജോസ് ലൈസൻസ് കൊടുക്കുകയാണ് ചെയ്തത്. ചട്ടങ്ങൾ മറികടന്ന് അനുമതി നൽകിയിട്ടില്ലെന്നാണ് UV ജോസിന്റെ വാദം. കോടതി ഉത്തരവോ അല്ലെങ്കിൽ ഈ കമ്മിറ്റിയുടെ ശുപാർശയോ ഇല്ലാതെ ഒരു അനുമതിയും കൊടുത്തതായിട്ട് എന്റെ ഓർമ്മയിട്ടില്ല. അങ്ങനെ ഒരു തരത്തിലും കൊടുത്തിട്ടില്ല. UV ജോസ് കലക്ടറായിരുന്ന കാലത്ത് നൽകിയ ക്വാറി അനുമതികളെല്ലാം പുനഃപരിശോധിക്കണമെന്ന നിലപാടിലാണ് പരിസ്ഥിതി പ്രവർത്തകർ. ഒരു പരിശോധനയും നടത്താതെ നൽകിയ പാരിസ്ഥിതിക അനുമതികൾ ഉപയോഗിച്ച് കേരളത്തിന്റെ പശ്ചിമഘട്ട മേഖലയെ കാർന്നു തിന്നുകയാണ് ക്വാറി മാഫിയ. ഇതിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. മുക്കം കൊടിയത്തൂരിൽ നിന്ന് സ്വരൂപ് നിവേദ്യക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. എന്നാൽ സൂക്ഷ്മ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ക്വാറികൾക്ക് അനുമതി നൽകേണ്ടതെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ. UV ജോസിന് എതിരായ ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ വളരെ ശക്തമായ രീതിയിലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കിയാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. കോഴിക്കോട്ടെ ഈ വിഷയത്തിൽ എന്താണെന്ന് പ്രത്യേകമായി പരിശോധിച്ചാൽ. ഇതേ സാഹചര്യത്തിലാണ് കോഴിക്കോട് ചെറുവാടിയിൽ ചെങ്കൽ ക്വാറിയിൽ മണ്ണിടിഞ്ഞു വീണ് 2 തൊഴിലാളികൾ മരിച്ചത്. ഒമാനൂർ സ്വദേശി വിനു, പുൽപ്പറമ്പിൽ അബ്ദുറഹ്മാൻ എന്നിവരാണ് മരിച്ചത്. നിയമവിരുദ്ധമായാണ് ക്വാറി പ്രവർത്തിച്ചതെന്ന് താമരശ്ശേരി തഹസിൽദാർ വ്യക്തമാക്കി. ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദത്തോടെയാണ് ക്വാറി പ്രവർത്തിച്ചതെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തു വന്നു. COT നസീറിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ തനിക്കെതിരെ വ്യക്തിപരമായ ആക്രമണം നടത്തുന്നുവെന്ന് AN ഷംസീർ MLA. CPMനെതിരെ നുണ പ്രചരിപ്പിക്കുകയാണെന്നും പാർട്ടിയെ തകർക്കാനാണിതെന്നും ഷംസീർ പറഞ്ഞു. COT നസീറിനെ ആക്രമിച്ച സംഭവത്തിൽ CPM തലശ്ശേരിയിൽ സംഘടിപ്പിച്ച വിശദീകരണ യോഗത്തിലാണ് ഷംസീറിന്റെ പ്രതികരണം. തീർച്ചയായും ഇതിനകത്തുള്ള നിലപാട്, ഈ വിഷയത്തിൽ CPMന്റെ നിലപാട് CPMന്റെ നേതൃത്വം ഇതിനോടകം വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇത് CPIMന്റെ തലയിൽ കെട്ടിവെക്കണം എന്ന ആസൂത്രിതമായ അജണ്ട ചില മാധ്യമങ്ങളുണ്ടായി. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട സംഘടിതമായ നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മറവിൽ വ്യക്തിപരമായ ആക്രമണം നടത്തിക്കൊണ്ട് പാർട്ടിയെ തകർക്കുമെന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് വ്യക്തിപരമായി ഉൾപ്പെടെ സംഘടിതമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരള കോൺഗ്രസിലെ ചേരിപ്പോര് അവസാനിപ്പിക്കാൻ UDF ഇടപെടൽ. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, MK മുനീർ എന്നിവർ PJ ജോസഫുമായി ചർച്ച ചെയ്തു. പ്രശ്നം വഷളാക്കി മുന്നണിയുടെ പ്രതിച്ഛായ നശിപ്പിക്കരുതെന്ന് നേതാക്കൾ PJ ജോസഫിന് മുന്നറിയിപ്പ് നൽകി. ജോസ് കെ മാണിയുമായും നേതാക്കൾ ചർച്ച നടത്തും. മലപ്പുറം വാണിയമ്പലത്ത് +1 വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമായ റാഗിംഗ്. മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കൈയൊടിഞ്ഞു. കോഴിക്കോട് താമരശ്ശേരിയിൽ റാഗിങ്ങിനിരയായ 2 വിദ്യാർത്ഥികളുടെ തലയ്ക്കും കൈക്കും പരിക്കേറ്റു. വാണിയമ്പലം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 കൊമേഴ്സ് വിദ്യാർത്ഥിയാണ് റാഗിങ്ങിനിരയായത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് +2വിലെ മുതിർന്ന വിദ്യാർത്ഥികൾ ആദ്യം കുട്ടിയെ റാഗിംഗ് നടത്തിയത്. ഇക്കാര്യം അധ്യാപകനോട് പരാതിപ്പെട്ടതിലുള്ള വൈരാഗ്യം കാരണമാണ് രണ്ടാമത്തെ മർദ്ദനം. +2 വിഭാഗത്തിലെ 5 വിദ്യാർത്ഥികൾ അടിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. ആക്രമണത്തിൽ +1 വിദ്യാർത്ഥിയുടെ കൈയൊടിഞ്ഞു. മർദ്ദിച്ച കുട്ടികളുടെ പേരും വിശദാംശങ്ങളും അടക്കമാണ് പരാതി. വണ്ടൂർ പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. കോഴിക്കോട് താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലും +1 വിദ്യാർത്ഥികൾക്ക് നേരെ റാഗിംഗ് ഉണ്ടായി. സീനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ തലക്കും കൈക്കും പരിക്കേറ്റ +1 വിദ്യാർത്ഥികളെ താമരശ്ശേരി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സീനിയർ വിദ്യാർത്ഥികൾ പെൺകുട്ടികളെ റാഗിങ്ങിനിരയാക്കി നൃത്തം ചെയ്യിക്കാറുണ്ടെന്നാണ് പരാതി. അധ്യാപകരോട് പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കുട്ടികളെ ആശുപത്രിയിലെത്തിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായില്ലെന്നാരോപിച്ച് രക്ഷിതാക്കൾ ബഹളം വെച്ചു. രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 മലപ്പുറം, കോഴിക്കോട്. ഉഷ്ണക്കാറ്റിൽ ബീഹാറിൽ മരിച്ചവരുടെ എണ്ണം 184ആയി. ഏറ്റവും കൂടുതൽ പേർ മരിച്ച ഗയ നഗരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർക്കാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ബീഹാർ സർക്കാർ 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ 45 ഡിഗ്രി സെൽഷ്യസാണ് ഗയയിലും പട്നയിലും താപനില. ചുരു നഗരത്തിൽ താപനില 50.3 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയിരുന്നു. ആയിരക്കണക്കിന് മലയാളികളടക്കം ജോലി ചെയ്യുന്ന ചെന്നൈ നഗരം കുടിവെള്ളക്ഷാമത്താൽ വലയുകയാണ്. വെള്ളമില്ലാത്തതിനാൽ ഹോട്ടലുകളും IT സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. ചെന്നൈ മഹാനഗരം ദാഹിച്ചു വലയുകയാണ്.
ടാങ്കറുകൾ മാത്രമാണ് ഇപ്പോൾ വെള്ളത്തിന് ആശ്രയം. ₹1200 ഒരു ടാങ്ക് വെള്ളത്തിന് ഇപ്പോൾ വില 5000 കടന്നു. ഒരു ദിവസം ചെന്നൈ നഗരത്തിന് വേണ്ടത് 83 കോടി ലിറ്റർ വെള്ളമാണ്. നഗരത്തിലേക്ക് വെള്ളമെത്തിച്ചിരുന്ന ഷോളവരം, ചെമ്പരമ്പാക്കം, റെഡ് ഹിൽസ് തടാകങ്ങൾ വറ്റി വരണ്ടു. ഇതോടെ ഓഫീസുകളുടെയും മറ്റ് ഹോട്ടലുകളുടെയും പ്രവർത്തനം അവതാളത്തിലായി. രാജ്യാന്തര IT സ്ഥാപനങ്ങളടക്കം പല ഓഫീസുകളും പൂട്ടി. ജീവനക്കാരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനാണ് നിർദ്ദേശം. ദക്ഷിണ റെയിൽവേയുടെ പ്രവർത്തനത്തെയും ജലക്ഷാമം ബാധിച്ചു. இந்த அளவுக்கு ட்ரை ஆகி போயிருந்து தமிழ்நாட்டுடைய நிலைமை. அதில் இந்த 3 மாவட்டம் திருவள்ளூர், காஞ்சிபுரம், சென்னை, இந்த 3 மாவட்டத்தில் நிலத்தடி நீர் மழையே நமக்கு தமிழ்நாட்டில் ஈரோட்டில் மழை பெய்யுது, சேலத்தில் மழை பெய்யுது, மதுரையில் மழை பெய்யுதுன்றான். இந்த 3 மாவட்டத்தில் மழை இல்லை. ടാങ്കറിൽ നിന്ന് വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കത്തിൽ തഞ്ചാവൂരിൽ ഒരാൾ കുത്തേറ്റു മരിച്ചു. ജലക്ഷാമം പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതായി പ്രതിപക്ഷം ആരോപിച്ചു. ഹൈക്കോടതിയും വിഷയത്തിൽ ഇടപെട്ടെങ്കിലും ഇനിയും പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബീഹാറിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടികളുടെ എണ്ണം 127ആയി. മുസഫർപൂർ ജില്ലയിൽ മാത്രം 108 കുട്ടികളാണ് മരിച്ചത്. 300-ലേറെ കുട്ടികളാണ് അസുഖം ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്നത്. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെ സന്ദർശിക്കാനെത്തിയ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ മരിച്ച കുട്ടികളുടെ ബന്ധുക്കൾ പ്രതിഷേധവുമായി എത്തി. 89 കുട്ടികൾ മരിച്ച ശ്രീകൃഷ്ണ മെഡിക്കൽ കോളേജിലാണ് നിതീഷ് കുമാർ സന്ദർശനത്തിനെത്തിയത്. സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് കാട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധവും ശക്തമാണ്. ചെന്നൈയിൽ സർക്കാർ ബസിന് മുകളിൽ കയറി ബസ് ഡേ ആഘോഷം നടത്തിയ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഓടിക്കൊണ്ടിരുന്ന ബസിന് മുകളിൽ കയറി ആഘോഷ പ്രകടനം നടത്തുന്നതിനിടെ സഡൻ ബ്രേക്ക് ഇട്ടതോടെ വിദ്യാർത്ഥികൾ റോഡിലേക്ക് തെറിച്ചു വീണു. സംഭവത്തിൽ 24 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇംഗ്ലണ്ട് കൂറ്റൻ സ്കോറിലേക്ക്. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 370 റൺസ് പിന്നിട്ടു. 71 പന്തിൽ 148 റൺസ് എടുത്ത ഓയിൻ മോർഗന്റെ വെടിക്കെട്ട് ബാറ്റിംഗാണ് ഇംഗ്ലണ്ടിനെ മികച്ച സ്കോറിലേക്ക് നയിച്ചത്. 17 സിക്സ് അടിച്ച മോർഗൻ ഏകദിനത്തിലെ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും അധികം സിക്സ് അടിച്ച താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി. ഗെയിൽ, രോഹിത് ശർമ്മ, AB ഡിവിലിയേഴ്സ് എന്നിവരുടെ റെക്കോർഡാണ് മോർഗൻ മറികടന്നത്. ജോ റൂട്ട് 88ഉം ബെയർസ്റ്റോ 90ഉം റൺസെടുത്ത് പുറത്തായി.